വാർത്തയിലേക്ക്. മലപ്പുറം ജില്ലയിലെ ചെമ്പിക്കൽ ആദവനാട് ഊരോത്ത് പള്ളിയാലി സ്പിന്നിൽ റോഡിന് സമീപം ലോറി കോറിയിലേക്ക് മറിഞ്ഞ അപകടം. ലോറിയിലെ ഒരാളെ രക്ഷപ്പെടുത്തി മറ്റൊരാൾ കൂടിയുണ്ടെന്ന സംശയത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ഫയർഫോഴ്സ് സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ജിഷാദ് ചേരും വിശദാംശങ്ങളുമായി. ജിഷാദ്, എങ്ങനെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്? ആദവനാട് ഊരോത്തുപള്ളിയിലാണ് ഈ കോറിക്ക് സമീപം വാഹനം നിയന്ത്രണം വിട്ട് കോറിയിലേക്ക് മറിയുന്നത്. ഇതിൽ ഒരാളെ, അതായത് ഡ്രൈവർ മുസ്തഫയെ രക്ഷപ്പെടുത്തി. ജാഫർ എന്ന ആള് ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് പേരുവിവരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഈ ജാഫർ എന്ന ആള് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിനു മുമ്പും ഇവിടെ ഈ അപകടം നടന്ന ഒരു സ്ഥലമാണ്. 3 പേര് ഇതിനു മുമ്പ് ഓട്ടോ മറിഞ്ഞ് അപകടത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും സമാനമായ സംഭവമാണ് ഉണ്ടായത്. അതായത് ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു കുത്തനെയുള്ള കയറ്റമാണ്. അതിന് സമീപത്തായിട്ടാണ് ഈ കോറി വരുന്നത്. ഈ കോറിയിലെ അടുത്തെത്തുമ്പോൾ വാഹനം നിയന്ത്രണം വിട്ട് കോറിയിലേക്ക് മറിയുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി ഒരാളെ രക്ഷപ്പെടുത്തി. ഒരാളാണ് ഇപ്പോൾ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് മാത്രമാണ് ഇയാളെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. എന്തായാലും ഈ ഫയർഫോഴ്സ് ഇയാളുടെ അടുത്തെത്തിയെങ്കിലും, അതായത് കാലും കൈയും വലിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. സമീപത്ത് പോലീസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയെല്ലാം റെഡിയാണ്. പക്ഷേ ക്രെയിൻ ഉപയോഗിച്ച് മാത്രമാണ് ഈ പ്രദേശത്തേക്ക് വാഹനത്തെ പൊന്തിക്കാൻ കഴിയുള്ളൂ. ഈ പ്രദേശത്ത് ഒരു ഉത്സവം നടക്കുന്നതിനാൽ റോഡ് എല്ലാതും നല്ല ബ്ലോക്കാണ് ഉള്ളത്. ജിഷാദ്, അതായത് ഇപ്പം നേരത്തെയും അപകടം ഉണ്ടായെന്ന് പറയുന്നു, അതിനുശേഷവും വേണ്ട രീതിയിലുള്ള ജാഗ്രത ഉണ്ടായിട്ടില്ല എന്നാണ് തന്നെ കണക്കാക്കുക. ഇതിനു മുമ്പ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. PWD അധികൃതരെ അടക്കം അറിയിച്ചെങ്കിലും സമീപത്ത് വേണ്ട ക്രമീകരണം നടത്തിയില്ല, കമ്പിവേലി അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയില്ല എന്ന് ഈ പഞ്ചായത്ത് അധികൃതർ തന്നെ കുറ്റപ്പെടുത്തുന്നു. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഈ സംഭവ സ്ഥലത്ത് നടന്നിട്ടുള്ളത്. അതായത് ഉച്ച സമയമായിരുന്നു, വെള്ളിയാഴ്ച ആയ തന്നെ ഇതിവിടെ ഉത്സവം നടക്കാൻ തന്നെ സമീപ പ്രദേശത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. ഈ വാഹനം നിയന്ത്രണം വിട്ട്, അതായത് 30ഓളം അടി താഴ്ചയിലേക്ക് വാഹനം കൂപ്പുകുത്തുകയായിരുന്നു.